അഭിഷേകെ, ആരാധകരേറെയുള്ളൊരു റാപ്പ് സിംഗറാണ് ഹിരൺദാസ് മുരളി എന്ന വേടൻ. അദ്ദേഹത്തിനെതിരെ ദിനംപ്രതി എന്നോണം നിരവധി ലൈംഗിക അതിക്രമ പരാതികളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇക്കഴിഞ്ഞ ജൂലൈ 31 കോട്ടയം സ്വദേശിനിയായ ഒരു യുവ ഡോക്ടർ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ വേടനുമായി ബന്ധപ്പെട്ടൊരു പരാതി കൊടുത്തിരുന്നു. ഈ വേടൻ വിവാഹ വാഗ്ദാനം നൽകി തന്നെ ലൈംഗികമായിട്ട് അതിക്രമിച്ചു, പീഡിപ്പിച്ചു എന്നൊക്കെ കാട്ടി. 2023 ഈ ബന്ധത്തിൽ നിന്ന് വേടൻ പിന്മാറുകയും പിന്നീട് ഈ പെൺകുട്ടിയെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നൊക്കെയാണ് ഈ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ഇട്ട കേസിൽ പറയുന്നത്. ആ കേസിൽ വേടൻ്റെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. വേടൻ ഈ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കാൻ തയ്യാറാണ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള ഒരു കേസ് നിലനിൽക്കില്ല എന്നൊക്കെയാണ് വേടൻ്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ പറഞ്ഞത്. എന്തായാലും ആ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി ചൊവ്വാഴ്ചത്തേക്ക്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആണ് ഈ കേസിലെ വിധി പ്രസ്താവിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഈ കേസ് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. എന്തായാലും വേടൻ ഈ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ആ കേസിന് പിന്നാലെ വേടൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ പോലും വേടൻ എവിടെയാണ് എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ തയ്യാറല്ല. ഈ ഓണവുമായി ബന്ധപ്പെട്ട് ധാരാളം സംഗീത പരിപാടികൾ കൊച്ചിയിലും മറ്റ് കേരളത്തിലെ പല പ്രദേശങ്ങളിലുമായി വേടൻ്റേതായി ചാർട്ട് ചെയ്തിരുന്നു. എന്നാൽ ആ പരിപാടികളൊക്കെ റദ്ദാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു കേസ് നിലനിൽക്കുന്നതിനാൽ ഈ വേടനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, ഇദ്ദേഹത്തിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കേണ്ടത്. എന്നാൽ വേടനെ തപ്പിയിറങ്ങിയ എന്തായാലും ലുക്കൗട്ട് സർക്കുലർ അടക്കം പുറപ്പെടുവിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ് പോലീസ് നടത്തുന്നത്. ഇദ്ദേഹം വിദേശത്തേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് എന്നത് കണക്കിലെടുത്താണ് ലുക്കൗട്ട് സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ഇടെ റിപ്പോർട്ട് ചെയ്തൊരു പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട വനം വകുപ്പിൻ്റെ ഒരു കേസുണ്ട് വേടൻ്റെ. ഈ വർഷം ആദ്യമാണ് തൃപ്പൂണിത്തറയിലെ സുഹൃത്തിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് കഞ്ചാവ് കൈവശം വെച്ചതിന് ഒരു കേസുണ്ട്. അതിന് പിന്നാലെയാണ് കഴുത്തിൽ പുലിപ്പല്ല് കൊണ്ടുള്ള ഒരു മാല ധരിച്ചു എന്നുള്ളൊരു കേസ് കൂടി വനം വകുപ്പ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് വേടൻ്റെ പാസ്പോർട്ട് അടക്കം സറണ്ടർ ചെയ്തിരുന്നു. ആ പാസ്പോർട്ട് പിന്നീട് കർശനമായ ഉപാധികളോടെയാണ് അയാൾക്ക് തിരിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ലുക്കൗട്ട് സർക്കുലർ കേരളത്തിലെ എവിടേക്കെങ്കിലും വിമാനത്താവളത്തിൽ നിന്ന് സഞ്ചരിക്കാൻ പറ്റാത്ത വിധത്തിലാണ് ലുക്കൗട്ട് സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. അങ്ങനെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് വേടൻ മുൻകൂർ ജാമ്യാപേക്ഷ അഭിഭാഷകർ മുഖേന സമർപ്പിക്കുന്നതും ആ ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിവെക്കുന്നതും. അതിനിടെയാണ് ഇന്ന് പുറത്തുവരുന്ന വാർത്തകൾ വേടൻ ലൈംഗികമായിട്ട് ഉപദ്രവിച്ചു, അതിക്രമിച്ചു എന്ന് കാട്ടി രണ്ട് യുവതികളും കൂടി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുന്നു എന്നുള്ള വാർത്ത. അത് ഏറ്റവും പുതിയതാണ്. 2021 2023 2023 ഈ പെൺകുട്ടിയുമായിട്ട് ഇപ്പോൾ ലാസ്റ്റ് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പീഡന പരാതിയിൽ പറയുന്നത് 2023 കാലഘട്ടമാണ്. ഇത് 2020-21 കാലഘട്ടങ്ങളിൽ വേടൻ എന്ന ഹിരൺദാസ് മുരളി ലൈംഗികമായിട്ട് ഉപദ്രവിച്ചു, പീഡിപ്പിച്ചു എന്ന് കാട്ടി 2 യുവതികൾ ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് ഇമെയിൽ മുഖാന്തരമാണ് ഈ അവരുടെ കയ്യിലുള്ള ചില രേഖകൾ സഹിതം പരാതി കൊടുത്തിരിക്കുന്നത്. ഇത് മുഖ്യമന്ത്രി കാണുകയും പിന്നീട് അത് DGPക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ കണ്ട് ഈ പരാതിയിലെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ യുവതികൾ തയ്യാറാണ്. അപ്പോൾ മുഖ്യമന്ത്രി അതിനുവേണ്ടി സമയം കൊടുത്തിട്ടില്ല. എന്തായാലും DGPക്ക് കൈമാറിയ ഈ പരാതി എന്തായാലും ഈ കേസ് അന്വേഷിക്കുന്ന മുൻപുണ്ടായ ലൈംഗികാതിക്രമ പരാതി അന്വേഷിക്കുന്ന തൃക്കാക്കര പോലീസിനെ കൈമാറും. എന്നിട്ട് തുടർന്ന് ആ ഒരു കേസിനോടൊപ്പമാണ് ഇതും പരിഗണിക്കാൻ പോകുന്നത്. ഈ 2 യുവതികളുടെ പരാതി നമ്മൾ ആദ്യം പറഞ്ഞ 2023 വരെ വേടന് ബന്ധമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന യുവതി, അത് കോട്ടയം സ്വദേശിനിയായ ഒരു യുവ ഡോക്ടറാണ്. ആ ഒരു കേസ് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ കോട്ടയം സ്വദേശിനിയെ സാമൂഹിക മാധ്യമം വഴി പരിചയപ്പെടുന്നു. പിന്നീട് ഈ വേടൻ എന്ന് പറയുന്ന സമൂഹ മാധ്യമത്തിലടക്കം ഒരു ഫെയിമുള്ള ഒരു കലാകാരനാണ്. കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളൊക്കെ വളരെ മികച്ചതാണ്. കലാരംഗത്ത് അത്യാവശ്യം ആരാധക വൃന്ദമുള്ള ഒരു കലാകാരനാണ്. പക്ഷേ അതിനു മുൻപാണ് ഈ കോട്ടയം സ്വദേശിനിയായ യുവ ഡോക്ടർക്ക് വേടൻ്റെ സൃഷ്ടികളോട് ആരാധന തോന്നുകയും അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് വേടനെ പരിചയപ്പെടുകയും ചെയ്യുന്നത്. ഈ ഒരു കാലയളവിൽ 2021 വേടൻ അത്രയധികം പ്രശസ്തിയിലേക്ക് ഉയർന്നിട്ടില്ല. അങ്ങേയായി സംഗീത ആൽബങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ എന്നതിനപ്പുറം ഇന്ന് കാണുന്ന വേടനല്ല. അങ്ങനെ ആ കുട്ടി വേടനെ മെസ്സേജ് അയക്കുന്നു, വേടനുമായിട്ട് പരിചയപ്പെടുന്നു. അങ്ങനെ ഇതൊരു റിലേഷനാകുന്നു. ഈ പെൺകുട്ടി PG മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ്. PG പഠിക്കുന്നതിനായി കോഴിക്കോടാണ് PG ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ വേടൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടൊരു കാര്യം സംസാരിക്കാനെന്ന് പറഞ്ഞ് കോഴിക്കോട് കോവൂരുള്ളൊരു ഫ്ലാറ്റിലേക്ക് ഈ പെൺകുട്ടിയുടെ ഫ്ലാറ്റിലേക്ക് വരുന്നു. ആ ഫ്ലാറ്റിൽ വെച്ച് ലൈംഗികാതിക്രമത്തിന് ഇരയാക്കി. പിന്നീട് ആ ബന്ധം തുടരുന്നതിനിടെ, ആ സൗഹൃദം തുടരുന്നതിനിടെ പലതവണ കൊച്ചിയിലും ഏലൂരിലെ സുഹൃത്തിൻ്റെ ഫ്ലാറ്റിൽ വെച്ചും പീഡനത്തിനിരയാക്കി. പിന്നീട് വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്നോക്കം പോയി തന്നെ പൂർണ്ണമായി അവഗണിച്ചു. ഇത് സംബന്ധിച്ച് വേടൻ്റെ സുഹൃത്തുക്കളായ റാപ്പർമാർക്കടക്കം അറിവുണ്ടായിരുന്നു.
ഇവരുടെ മുന്നിൽ വെച്ചാണ് ഈ പെൺകുട്ടി ടോക്സിക്കാണ്, ഇവൾക്ക് എനിക്ക് സ്വാതന്ത്ര്യം തരുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് ഈ പെൺകുട്ടിയെ അവഗണിക്കാനുള്ള കാരണമായി വേടൻ പറഞ്ഞത്. അതിനുശേഷം 2023 ശേഷം ഈ പെൺകുട്ടിയുമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ട് ആ ഒരു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു കേസ് ഈ വർഷം ജൂലൈ 31 ഈ പെൺകുട്ടി തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ FIR ഇടുകയായിരുന്നു. അങ്ങനെയാണ് ആ കേസിൻ്റെ വഴി വരുന്നത്. ഇപ്പോൾ വരുന്ന 2 പരാതികളും കലാരംഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 2 സ്ത്രീകൾ തന്നെയാണ്. ഇതിൽ 2020 പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി ഈ ദളിത് സംഗീതവുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്തുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. അവരുടെ അക്കാദമിക് പർപ്പസ് ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് വേടനെ ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയച്ച് പരിചയപ്പെടുന്നത്. അങ്ങനെ അതൊരു സൗഹൃദമായി വേടൻ പിന്നീട് ഈ പെൺകുട്ടിയുമായൊരു റിലേഷൻ ഉണ്ടാക്കി ഇവരെ പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്, മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ പറയുന്നത്. ഇതുകൂടാതെ 2021 മറ്റൊരു കലാരംഗവുമായി പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് വേടൻ അങ്ങോട്ട് മെസ്സേജ് അയച്ച് സൗഹൃദം ഉണ്ടാക്കിയെന്നാണ് പറയപ്പെടുന്നത്. ആ പെൺകുട്ടിയെ കാണണമെന്നാവശ്യപ്പെട്ട് വിളിച്ചു വരുത്തി ആ ആദ്യ കൂടിക്കാഴ്ചയിൽ ഫോൺ വഴി സംഭാഷണങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനുമപ്പുറം ആദ്യമായി കണ്ട വേളയിൽ തന്നെ ഈ പെൺകുട്ടിയെ ലൈംഗികാതിക്രമത്തിന് വിധേയയാക്കി എന്നാണ് ഈ പരാതിയിൽ പറഞ്ഞത്. എന്തായാലും ഇത് രണ്ടും വളരെ ഗൗരവമുള്ള കുറ്റകൃത്യമാണ്. പ്രത്യേകിച്ച് ഈ വേടൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ തന്നെ ഇത്തരം 2 സംഭവങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതോടെ വേടൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ, നമ്മൾ ഈ കേസിൽ മുൻപ് ചർച്ച ചെയ്തിരുന്നപ്പോൾ പറഞ്ഞ പോലെ, ആ ഒരു ലൈംഗിക പീഡന പരാതിയിൽ തന്നെ കാരണം മീറ്റു ആരോപണത്തിലടക്കം വേടൻ്റെ പേര് കേട്ടതാണ്. അതുകൂടാതെ ക്രിമിനൽ കേസായിട്ട് ഈ കഞ്ചാവ് കേസും പുലിപ്പല്ല് കേസും അടക്കം ഇയാളുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്, അയാളുടെ പശ്ചാത്തലം നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ കാണുമ്പോൾ ആ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നിരസിക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. അതിനിടെയാണ് ഈ 2 പരാതി മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് പോകുന്നത്. നമ്മുടെ വേടനും ഈ വിനായകനും തമ്മിൽ വളരെ വലിയ സാമ്യമുണ്ട്. കാരണം രണ്ടുപേരും അത്യാവശ്യം നല്ല കലാകാരന്മാരാണ്, അവരുടെ കലയിൽ ചോദ്യങ്ങളില്ല. പക്ഷേ ഇവർ രണ്ടുപേരും പ്രവൃത്തി മറ്റൊന്ന്, അവരുടെ കഴിവ് മറ്റൊരു രീതിക്കും. വിനായകൻ ആദ്യഘട്ടത്തിൽ വളരെയധികം അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും വിവാദമാകുമ്പോഴും ഇയാളെ അനുകൂലിക്കാൻ കുറേ ആളുകളുണ്ട്. വിനായകൻ എന്ത് പ്രശ്നമുണ്ടാക്കിയാലും അയാൾ വളരെ താഴെ തട്ടിൽ നിന്ന് ഉയർന്നു വന്ന കലാകാരനാണ്, അപ്പോൾ അയാൾക്കും പറയാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ആ ഒരു കാലം മുതലേ ഉണ്ട്. എന്നാൽ ഇന്ന് വിനായകനൊന്നും ശ്രദ്ധിച്ച് നോക്കുക, അയാൾ എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. ദിവസേന എന്നോണം ഫേസ്ബുക്കിൽ ഓരോ പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റിൽ ഒരുപക്ഷെ മദ്യപിച്ച് ലക്കുകെട്ട് നഗ്നതാ പ്രദർശനം നടത്തുന്ന വിനായകനെ പലവട്ടം മലയാളികൾ കണ്ടതാണ്. അപ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന മമത മാറി ഇയാളോടൊരു വിരോധം, ഇയാളുടെ കഴിവ് കണ്ട് കൂടെ കൂടിയ ആരാധകർക്ക് പോലും വെറുപ്പുണ്ടാക്കുന്ന തരത്തിലേക്ക് ഇയാളുടെ ഒരു പെരുമാറ്റം താഴ്ന്നു പോകുന്നു. അങ്ങനെ തന്നെയുള്ള ഒരു ചുറ്റുപാടിൽ നിന്നാണ് വേടൻ എന്ന ഹിരൺദാസ് മുരളി, തൃശ്ശൂരിലെ ഒരു സ്വപ്നഭൂമി എന്ന് പറയുന്ന ഒരു പിന്നോക്ക ഉന്നതിയിൽ നിന്നാണ് അയാൾ സ്വന്തം കഴിവ് കൊണ്ട് ഈ ഒരു നിലയിലേക്ക് എത്തിച്ചേർന്നത്. അതിനിടെയാണ് ഈ പല കേസ്, ഈ മുഹ്സിൻ പരാരിയുടെ ഒരു സംഗീത ആൽബത്തിൻ്റെ നിർമ്മാണ വേളയിലാണെന്ന് തോന്നുന്നു ഇതുമായി ബന്ധപ്പെട്ട് ആദ്യമായി വേടൻ്റെ ഒരു മീറ്റു ആരോപണം വരുന്നത്. പിന്നീട് അത് ഇൻസ്റ്റാഗ്രാമിലൂടെ ഇയാൾ ഒരു മാപ്പ് പറഞ്ഞ് ആ ഒരു കേസ് പിന്നീട് അധികം മുന്നോട്ട് പോയില്ല. അത് കഴിഞ്ഞാണ് ഈ വർഷം തുടക്കത്തിൽ വേടൻ്റെ സുഹൃത്തിൻ്റെ തൃപ്പൂണിത്തുറയിലെ ഫ്ലാറ്റിൽ നിന്ന് 7 ഗ്രാം കഞ്ചാവ് പിടികൂടുന്നത്. അത് കേസെടുത്തു. പിന്നീട് അതിന് പിന്നാലെ വന്ന ഒരു ആരോപണമായിരുന്നു ഇയാളുടെ കഴുത്തിലുണ്ടായിരുന്ന മാല പുലിപ്പല്ല് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന്. അത് വനം വകുപ്പിൻ്റെ കേസാണ്, മറ്റേ കേസിനെക്കാട്ടും കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കേസാണ്. അങ്ങനെ ആ ഒരു കേസും നിലനിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു പരാതി വരുന്നത്. നിരന്തരം ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ അയാൾക്ക് എത്ര ആരാധക വൃന്ദമുണ്ടെന്ന് പറഞ്ഞാലും അവരൊക്കെ കൈവിടും. വേടൻ്റെ കാര്യത്തിൽ വേടൻ്റെ ആരാധകരെന്ന് പറയുന്നത് വളരെ യുവാക്കളാണ്, അയാളുടെ സൃഷ്ടികളെ അംഗീകരിക്കുന്ന കൊച്ചുകുട്ടികൾക്കിടയിൽ പോലും വളരെ വേരോട്ടം ഉണ്ടാക്കിയിരിക്കുന്ന സൃഷ്ടികളാണ് അയാൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ചെറിയ കുട്ടികളടക്കമാണ് ഇയാളുടെ ആരാധകരെന്ന് പറയുന്നത്. അവർക്ക് കൂടി ഒരു മോശമായി ഒരു കലാകാരൻ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരാൾ അയാളുടെ പ്രവൃത്തികൾ വെച്ച് വേണം അയാളെ ആരാധിക്കാൻ, അങ്ങനെ വേണം. ഇത് വേടൻ്റെ പലതരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോഴും നമ്മൾ തന്നെ വേടനെ എതിർത്ത് വേടൻ ചെയ്ത തെറ്റുകൾ, പോലീസ് FIR ഇട്ട കേസുകൾ പോലും ചർച്ച ചെയ്യുമ്പോൾ വേടൻ്റെ ആരാധകർ വന്ന് ഈ പോസ്റ്റുകൾക്ക് താഴെ വരുന്ന കമൻറ്റുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എത്രത്തോളം ഒരു എന്താ പറയുക, വേടൻ്റെ ആരാധകരെന്ന് പറയുമ്പോൾ പക്വതയില്ലാത്ത കുട്ടികളടക്കമുണ്ട്. അപ്പോൾ അവർ വന്ന് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും താഴെ പോകുന്ന ഈ റീലുകൾക്കും വീഡിയോകൾക്കും താഴെ ഇടുന്ന കമൻറ്റുകൾ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത്തരത്തിൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു കലാകാരൻ താൻ ചെയ്തു വെച്ച മോശം പ്രവൃത്തികൾ
പ്രത്യേകിച്ച് ഈ വേടൻ ഈ ഒരു കേസിലൊക്കെ പെടുന്ന അയാൾക്ക് ഫെയിമുകൾ ഉണ്ടാവുന്നതിന് മുൻപാണ്. ഈ ഫെയിം ഉണ്ടായതിനു ശേഷം ഇയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അത്തരത്തിൽ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. എന്തായാലും ഈ തൃക്കാക്കര പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വേടൻ എവിടെയാണെന്നുള്ള ചോദ്യത്തിന് പോലീസ് ഉത്തരം കൊടുക്കേണ്ടതുണ്ട്. എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു 2 മുഖ്യമന്ത്രിക്ക് പോയിരിക്കുന്ന പരാതികൾ കൂടി വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇയാൾക്ക് മുൻകൂർ ജാമ്യാപേക്ഷ കിട്ടുന്നത് ഒരുപക്ഷെ പ്രയാസകരമായിരിക്കും. എന്തായാലും ഇയാൾ നാട് വിട്ട് കേരളം വിട്ട് പുറത്തു പോകാനുള്ള സാധ്യതകളൊന്നുമില്ല. ഈ കേസും തൃക്കാക്കര പോലീസ് അന്വേഷിക്കും. ഈ മുൻപ് വന്ന ലൈംഗിക പീഡന പരാതിയും അതോടൊപ്പം തന്നെ ഈ 2 മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് DGPക്ക് പോയ പരാതിയും പോലീസ് അന്വേഷിക്കും. എന്തായാലും ഇതിലെ വാസ്തവം ഒരുപക്ഷെ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ധാരാളം പരാതികൾ, വ്യാജ പരാതികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, ആളോട് വിരോധമുണ്ടായിക്കഴിഞ്ഞാൽ അയാളെ പെടുത്താൻ പറ്റിയ ഏറ്റവും വലിയ മാർഗ്ഗമാണ് ഇത്തരത്തിലുള്ള പരാതികൾ. അങ്ങനെ സത്യമായ പരാതികളുണ്ട്, വ്യാജമായ പരാതികളുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കോടതിയിൽ തന്നെ സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജിമെൻറ്റുകളടക്കം സമർപ്പിച്ചാണ് വേടൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ എത്തിയത്. എന്തായാലും ഈ കേസ് അന്വേഷിക്കട്ടെ. വേടൻ നിരപരാധിയാണെങ്കിൽ വീണ്ടും അയാൾ പൂർവാധികം ശക്തിയോടെ കലാരംഗത്തേക്ക് തിരിച്ചു വരട്ടെ.